സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. പാലക്കാട് എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഉമർ വാലപ്പറമ്പലാണ് മരിച്ചത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് പരാതി നൽകിയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അത് രാവിലെ അയാൾ ടാപ്പിങ്ങിന് പോകണ്ട ഇന്ന് എന്തിനാ പോയെന്ന് എനിക്കറിയില്ല. അയാളെ വണ്ടി താഴെ നിൽക്കുന്നത് സ്കൂട്ടി പകുതി കാവേ പോകുന്നു. പിന്നെയൊക്കെ മലയാണ്, നടന്നു തന്നെ പോകും. മല 4 വീലർ ജീപ്പ് ആന അവിടെ ഉണ്ട് എന്നുള്ള പരിസരത്ത് ഉണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. ഇപ്പൊ പടക്കം പൊട്ടിച്ചിട്ടാണ് അവിടെ ആൾക്കാർ നിൽക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഇത് നിരന്തരമായി കാട്ടാന ഇറങ്ങുന്ന, കാട്ടാന ആക്രമിക്കുന്ന, ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു പ്രദേശമാണോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടോ? ഇതിപ്പോ ആനയുടെ ആക്രമണത്തിൽ മരിച്ചതാണെന്ന് അവർ തന്നെ, വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, ആനയുടെ ആക്രമണത്തിൽ മരിച്ചതാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്, കാട്ടാന എടുത്ത് എറിഞ്ഞ അവസ്ഥയിലാണ് ഈ ഉമറിന്റെ മൃതദേഹമുള്ളത്. തലയ്ക്ക് കാര്യമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്, മുഖത്ത് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഉമറിന് ഏറ്റിട്ടുണ്ട്. എന്തായാലും ഈ ഉമർ രാവിലെ ടാപ്പിങ്ങിനായി പോയതാണ് എന്നാണ് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. ഉച്ചയോടുകൂടി ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടുകൂടിയാണ് ബന്ധുക്കൾ തിരഞ്ഞിറങ്ങിയത്. അങ്ങനെ നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ആ മേഖലയിൽ ഒരു ഒറ്റയാന്റെ ശബ്ദം അവർ കേൾക്കുന്നത്. അങ്ങനെയാണ് ആ പ്രദേശത്ത് മുഴുവൻ തിരച്ചിൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ വാഹനം ഒരു ഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. എന്തായാലും ഈ തോട്ടത്തിന് സമീപം, ഈ റബ്ബർ തോട്ടത്തിന് സമീപമാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം നടത്തിയിരിക്കുന്നത്. മൃതദേഹവും കണ്ടത് ആ മേഖലയിൽ തന്നെയാണ്. എന്തായാലും ഉപ്പുകുളം എന്ന പ്രദേശമാണ്, ജനവാസ മേഖലയല്ല, വനാതിർത്തിയോട് ചേർന്ന മേഖലയാണ്. തൊട്ടപ്പുറത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം അപ്പുറത്തെ മേഖലയിലേക്ക് വനഭൂമിയോ സമാനമായ രീതിയിലുള്ള കാടാണെങ്കിലും സമാനമായ രീതിയിൽ 1 കിലോമീറ്റർ അപ്പുറത്താണ് മേഖലയുള്ളത്. എന്തായാലും നാട്ടുകാർ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തി. അങ്ങനെയാണ് ഈ മൃതദേഹം 5 മണിയോടുകൂടി കണ്ടെത്തുന്നത്. പരിക്ക് കാട്ടാനയുടേത് തന്നെയാണ്, കാട്ടാന ആക്രമണത്തിൻ്റെത് തന്നെയാണ് എന്നത് നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ നാട്ടുകാർ പറഞ്ഞു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഉപ്പുകുളത്ത് നിന്ന് തിരികെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അല്പസമയത്തിനകം ആ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമാക്കാനാകും. എന്തായാലും മരണം സംഭവിച്ചിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ആ മേഖലയിൽ ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത്, നിരന്തരം തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കാട്ടാനകളുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം, മുസ്തഫ എന്ന ഒരാൾ മരണമടഞ്ഞു. അതിനുശേഷം നാട്ടുകാർ നിരവധി തവണ പറയുന്നുണ്ട്, ഈ ആനകളെ പടക്കം പൊട്ടിച്ചും മറ്റും വനമേഖലയിൽ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണം, ഈ അതിർത്തിയിൽ നിന്ന് തുരത്തണമെന്ന് പറയുന്നു. പക്ഷേ ആനകൾ അവിടെ തുടരുകയാണ്. എന്തായാലും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ഇതിന് ഉത്തരവാദി വനം വകുപ്പാണെന്നാണ് അവർ പറയുന്നത്. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്, അലനല്ലൂർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. വലിയ പ്രതിഷേധം നാളെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ വനം വകുപ്പിനെതിരെ അവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. പാലക്കാട് എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഉമർ വാൽപ്പറമ്പനാണ് മരിച്ചത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് നിരന്തരമായി നാട്ടുകാർ പരാതി നൽകിയിരുന്നു. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. ജനം വലിയ പ്രതിഷേധം അവിടെ അറിയിക്കുന്നുണ്ട്. എന്താണ് വനംവകുപ്പിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്.